2 മാസമായിട്ട് ഇവിടെ ആനശല്യം വളരെ കുറവായിരുന്നു. ഇപ്പം വീണ്ടും ആനശല്യം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ചയുടെ ഇടയ്ക്ക് മിനിഞ്ഞാന്ന് എൻ്റെ പറമ്പ് കയറി വിളിപ്പിച്ചിട്ട് പോയി. ഇനിയിപ്പോ മോളത്തെ ബേബി സ്വന്തമായിട്ട് ഫെൻസിങ് ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതിനകത്ത് ആ ഫെൻസിങ്ങിന്റെ പുറത്ത് വാഴ അകത്ത് കയറി ഉണ്ടായിരുന്ന തെങ്ങ് മൊത്തം കളഞ്ഞു. ഫോറസ്റ്റുകാർ അന്നേരം വിളിച്ചു പറയും. എന്റെ തെങ്ങ് കളഞ്ഞപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു. അവരോട് വന്ന് ആ പട ഒരു സാധനം പറഞ്ഞിട്ട് അവരവിടെ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് പോലും ഇല്ലാതുകൊണ്ട് ആനയെ ഓടിക്കാൻ വരുന്നത്. അവർക്ക് ലൈറ്റ് ഇല്ല, വാഹനമില്ല. ഈ കിടക്കുന്ന വണ്ടി റേഞ്ച് ഓഫീസറുടെയാണ്. അവരവിടുന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞതനുസരിച്ച് അവരിവിടെ വരും. മേലുദ്യോഗസ്ഥനല്ലേ, അവർക്ക് സസ്പെൻഡ് അല്ലെ അതുപോലുള്ള ഇത് കൂട്ട് വരാതിരിക്കാനായിട്ടാണ് അവരിവിടെ വരുന്നത്. പിന്നെ നാട്ടുകാരുടെ ഇടയ്ക്ക് ഓടി വന്നു വെച്ചാൽ അവർ നാട്ടുകാരെ വളയല്ലോ എന്ന് ഉദ്ദേശിച്ചാണ് അവരിവിടെ സ്ഥിരം ഇങ്ങനെ വന്നും പോയും നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. 2019 ഫെൻസിങ് ഇടാനെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി ഇപ്പോൾ ഫെൻസിങ് ഇടാൻ എല്ലാ തീരുമാനമായി. പൈസ അനുവദിച്ച കോൺട്രാക്ടറും എഞ്ചിനീയർ ഇവിടെ വന്നിച്ചു പോയി. ഇവിടെ ഈ ഫെൻസിങ് ഇടാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് ജാഗ്രതാ കമ്മിറ്റി വിളിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഇത് പറഞ്ഞതാ. ആ കമ്മിറ്റി വിളിക്കണം അറിഞ്ഞ റേഞ്ച് ഓഫീസറാണ് ജാഗ്രതാ കമ്മിറ്റി വിളിക്കേണ്ടത്. റേഞ്ച് ഓഫീസർ ആ ജാഗ്രതാ കമ്മിറ്റി ഇതുവരെ വിളിച്ചിട്ടില്ല. മാസത്തിൽ 1 വെച്ച് ജാഗ്രതാ കമ്മിറ്റി കൊടുത്ത് ഇവിടുത്തെ സ്ഥിരീകരണ കണക്ക് അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിതുവരെയായിട്ട് ജാഗ്രതാ കമ്മിറ്റി കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് പോസ്റ്റായിട്ട് രാവിലെ വിളിച്ച് പറഞ്ഞു കാണാമെന്നാണ്. കാണാമെന്നപ്പോൾ ഞങ്ങൾ വണ്ടി അങ്ങ് തടഞ്ഞു. വണ്ടി തടഞ്ഞു കഴിഞ്ഞു. അവരിപ്പോൾ പറയുന്നതിനകത്ത് ഈ വണ്ടി പോയെങ്കിൽ റേഞ്ച് ഓഫീസറിലൂടെ വരുള്ളൂ. ഈ വണ്ടി പോയിട്ട് റേഞ്ച് ഓഫീസറിലൂടെ വരണ്ട. അവർ വേണം ഓട്ടോറിക്ഷ വിളിച്ചു വിടാട്ടെ. വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം. ഓട്ടോറിക്ഷ വിളിച്ച് അവരിവിടെ വരട്ടേ. ഇതാ ഞങ്ങളുടെ കണക്ക്. ഇതിൻ്റെ ഫെൻസിങ്ങിൻ്റെ തീരുമാനം ഉണ്ടാകണം. ഈ റേഞ്ച് ഓഫീസറോ DFO ഒക്കെ ഇങ്ങ് വരണം. ഇവിടെ ഞങ്ങൾ കൃഷിക്കാരുടെ ക്ഷമിക്കാവുന്നതിന് മാക്സിമം ഞങ്ങൾക്ക് നശിച്ചിട്ട് കിടക്കുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് 70 വയസ്സോളം ആയതിനാ. ഞാൻ വേറൊരു പണി ചെയ്തതിന് ഞാൻ ഇവിടെ എൻ്റെ കുടുംബത്തെ എനിക്ക് സംരക്ഷിക്കുക. ഞാൻ ആരെങ്കിലും എന്നെ കഴിഞ്ഞിട്ടെന്നെ ഭിക്ഷ എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഇപ്പം എനിക്ക് ഈ പറമ്പിൽ നിന്നും കിട്ടുന്ന അരേക്കർ സാറിന് ഈ പറമ്പിൽ നിന്നും കിട്ടുന്ന ആദായം കൊണ്ട് വേണം ഞാൻ ജീവിക്കാൻ. എൻ്റെ കുടുംബം പോകുന്ന ഈ പറമ്പിലെ ആദായം കൊണ്ടാണ്. 2005 വെള്ളപ്പൊക്കത്തിൽ ഇത് മൊത്തം പോയതാ. അവിടുന്ന് വീണ്ടും ഞാൻ വെള്ളമൊക്കെ നനച്ച് പുഴയിൽ വെള്ളം മോട്ടറടിച്ച് നനച്ചാണ് ഞാൻ ഈ കൃഷി ഇവിടം വരെ ആക്കിയത്. ഇത് എല്ലാ ദിവസവും വന്ന് ആന ഇങ്ങനെ വന്നു 10 കമുക കൊടി തെങ്ങ് പിന്നെ ഒന്നുമില്ല, എല്ലാം പോയി. 25 കമുക 750 രൂപ വെച്ച് 25 കമുക ഞാൻ പിടിപ്പിച്ചു. 3 കൊല്ലം മൊത്തം കളഞ്ഞു. ജാതി എത്ര കായ്ക്കുന്ന ജാതി എത്ര കളഞ്ഞു ഓടാൻ വരാൻ മാത്രമേ എനിക്ക് പോലും നിശ്ചയമില്ല. ഇപ്പോൾ കമുക് നട്ടിക്കൊണ്ടു. കമുകൊക്കെ മിനിഞ്ഞാന്ന് കയറി ആന കളഞ്ഞു. ഇതിനൊരു അവസാനം വേണം. ഈ അവസാനത്തിന് വേണ്ടി ഈ വണ്ടിയൊക്കെ തടഞ്ഞിട്ട് ഇനി മരിച്ചാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല. പോലീസുകാരെയൊക്കെ അവർ വിളിച്ചിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അവർ കൊണ്ടുപോകട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാകും. ഞങ്ങൾക്ക് കൃഷിക്കാർക്കൊരു തീരുമാനം വേണം. ഇനി ഞങ്ങളുടെ കൃഷിക്കാരുടെ പറമ്പിൽ ആന കയറരുത്. ഇനി കൃഷിക്കാരുടെ പറഞ്ഞ ആന കയറി കൈക്കെട്ടുന്ന ഇതായിരിക്കില്ല. ഇനി ഇപ്പം ഫോറസ്റ്റുകാരായിട്ട് നല്ല ടേംസിലാണ് ഞങ്ങൾ വന്നു. ഒരു ഫോറസ്റ്റുകാരോട് ഒരു അനാവശ്യ വാക്ക് പറയുന്ന കൃഷിക്കാരല്ല ഈ നാട്ടിലുള്ളത്. ഇതിനകത്ത് ഒരു തീരുമാനന്മാർ ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക്. ഈ ഫോറസ്റ്റുകാർ ഈ ഫെൻസിങ്ങിന് അനുവദിച്ചിട്ട് ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് വിനിയോഗിച്ച് നബാർഡിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് എത്രയും പെട്ടെന്ന് വിനിയോഗിച്ച് ഞങ്ങൾക്ക് ഈ ഫെൻസിങ് ഇട്ട് തരണം. ഇവരെന്താ അനങ്ങാത്ത? ഇവിടെ ഒരു ഇന്ദിരാമനെ കാഞ്ഞിരവേലി കൊന്നല്ലോ. ഇവരെന്ത് ചെയ്തു? റീറ്റ് വെച്ചു ഫോറസ്റ്റുകാർ. ഒരു ആന അവിടെ ചരിഞ്ഞു. ആ മനുഷ്യനെ എതിലവിടെ ഇട്ട് ഓടിച്ചു. അറസ്റ്റ് ചെയ്ത് അവർ കോടതി ഹാജരാക്കി. അപ്പോൾ കൃഷിക്കാർക്ക് ഒന്നും വേണ്ട. അവൻ്റെയൊക്കെ നെഞ്ചത്ത് കയറി ചവിട്ടുക. എന്നിട്ട് കാക്കി ഇട്ടുണ്ടെങ്കിൽ വന്ന് ഞങ്ങൾ കാക്കിക്കാർ എന്തും ഉണ്ടാക്കാമെന്നുണ്ടോ അത് നടക്കാൻ കൃഷിക്കാരുടെ പ്രശ്നം ഇവിടെ പരിഹരിച്ചേ പറ്റുള്ളൂ. അത് തന്നെയാണ് തീരുമാനം. ഈ വണ്ടി ഇവിടുന്ന് പാടില്ല.